അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 178, 179 എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ബിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉം ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. സദഖല്ലാഹുൽ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. സത്യവിശ്വാസികളോടാണ് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ മനുഷ്യരെ വിളിച്ചു പറയും. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, വധിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ ന്യായമായ ശിക്ഷാ നടപടികൾ എടുക്കുന്നതിന് നിങ്ങളോടിതാ നിർബന്ധമായി ഞാൻ കൽപ്പിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഈ കൊലകൾ ചെയ്യുമല്ലോ, നാട്ടുകാരെയൊക്കെ ചുമ്മാ പോകുന്നവരെയും അല്ലെങ്കിൽ എങ്ങനെ കൊലകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്. അതിൻ്റെ ശിക്ഷാ നടപടികൾ അള്ളാഹു പറയുകയാണ്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രൻ. ആരെങ്കിലും ഒരാൾ സ്വതന്ത്രനായ ആളിനെ, അന്ന് അടിമകളും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അൽ ഹുർറു ബിൽ ഹുർരി, ആരെങ്കിലും അത് സ്വതന്ത്രനായ ഒരാളെ കൊന്നാൽ ആ സ്വതന്ത്രനെ തന്നെ കൊല്ലണം എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. വൽ അബ്ദു ബിൽ അബ്ദി, അടിമയ്ക്ക് അടിമ തന്നെയാണ്. അടിമയായ ഒരാൾ അടിമയെ കൊന്നുപോയാൽ അത് അടിമയെ തന്നെ കൊല്ലണം കേട്ടോ. വൽ ഉൻസാ ബിൽ ഉൻസാ, സ്ത്രീക്ക് സ്ത്രീയെ തന്നെ കൊല്ലണം. ഒരു സ്ത്രീ ആരെയെങ്കിലും കൊന്നാൽ അവളെ തന്നെ കൊന്നുകളയണമെന്ന് അല്ലാഹു പറയുകയാണ്. ഇങ്ങനെ വേണം ശിക്ഷാ നടപടികൾ എടുക്കുവാൻ. കാരണം അന്ന് ഒരു സ്ത്രീ ആരെങ്കിലും കൊന്നാൽ ആ സ്ത്രീയെ കൊല്ലാതെ അവർ ആ സ്ത്രീയുടെ കുടുംബക്കാർ ആരെങ്കിലുമാണ് കൊല്ലുന്നത്. അത് അനീതിയാണ്. ഒരടിമയെ ആരെങ്കിലും കൊന്നാൽ അതിൻ്റെ മുതലാളിയെ, ഒരടിമ ഒരു സ്വതന്ത്രനായ ആളിനെ കൊന്നാൽ അതിൻ്റെ മുതലാളിയെ പോയി കൊല്ലലാണ് അവരുടെ നീതി. അപ്പം ഇവർ തലതിരിച്ചുള്ള നീതിക്രമങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു അതിനെ തടയിട്ടുകൊണ്ടു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് എന്ന്. അങ്ങനെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനായ ഒരാളെ കൊന്നാൽ ആ സ്വതന്ത്രനായ ആളിനെ തന്നെ കൊല്ലണം. അടിമയെ കൊന്നാൽ ആ അടിമയെ തന്നെ കൊല്ലണം. ഒരു സ്ത്രീയാണ് കൊന്നതെങ്കിൽ ആ സ്ത്രീയെ തന്നെ കൊല്ലണം. ഇങ്ങനെയാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉം ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. എന്നാൽ വല്ലവനും തൻ്റെ സഹോദരൻ്റെ പക്ഷത്ത് നിന്ന്
വല്ല മാപ്പും ലഭിച്ചാൽ മര്യാദ പാലിച്ചുകൊണ്ട് ആ മാപ്പിനെ പിന്തുടർന്ന് പ്രവർത്തിക്കേണ്ടതാകും. അപ്രകാരം തന്നെ പ്രായശ്ചിത്തം നല്ല നിലയിൽ അവന് കൊടുത്ത് വീട്ടുകയും വേണം. ഇനി കൊലയ്ക്ക് കൊല എന്നുള്ളതിന് പകരം ഈ മരണപ്പെട്ട ആളിൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഈ കൊലയാളിക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മാപ്പും കൊടുക്കാം. അതിന് വേണ്ടുന്നതായ നഷ്ടപരിഹാരം, ഒരുപാട് വലിയ നഷ്ടപരിഹാരം മേടിക്കണമെന്ന്. കാരണം ഈ കൊലയെ ആരും അള്ളാഹു വേറെ ആരുമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി മേലാൽ വേറെ ആരും ഇതുപോലുള്ള കൊലകൾ ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇങ്ങനെ ഒരു നിയമം വെച്ചു. കൊലയ്ക്ക് കൊല. ഇനി ആ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരന്മാരാരെങ്കിലും പ്രായശ്ചിത്തമായി നിനക്ക് ഞങ്ങൾ മാപ്പ് തന്നിരിക്കുന്നു ഇത്ര ഓഹരി മേടിച്ചുകൊണ്ട്, അപ്പോൾ ആ ഓഹരി നല്ല ഒരു ഓഹരി മേടിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നവരും നല്ല നിലയിൽ കൊടുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ذَلِكَ تَخْفِيفٌ مِّن رَّبِّكُمْ وَرَحْمَةٌ. ഇത് ഈ പറഞ്ഞ വിധി നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുമുള്ള ഒരു ലഘൂകരണവും അനുഗ്രഹവുമാണ്. അപ്പം ഈ വിധി അള്ളാഹു നിങ്ങൾക്കൊരു ലഘൂകരണമായിട്ടും ഒരു അനുഗ്രഹമായിട്ടുമാണ് ഈ വിധി അള്ളാഹു പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിധിയെ ഉൾക്കൊള്ളണം. അല്ലാതെ നിങ്ങളുടെ താന്തോന്നിവാസമുള്ള വിധികളൊന്നും നടപ്പാവില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. فَمَنِ اعْتَدَى بَعْدَ ذَلِكَ فَلَهُ عَذَابٌ أَلِيمٌ. ഇനി മാപ്പ് നൽകിയതിന് ശേഷം ആരെങ്കിലും ഘാതകനോട്, ആ കൊന്ന ആളോട് അതിക്രമം പ്രവർത്തിച്ചാൽ അവനാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്. ഇപ്പം കൊലയാളിക്ക് മാപ്പും കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സമ്പത്തും ശേഖരിച്ചിട്ട് ഇത്ര സമ്പത്തിനും നിനക്ക് ഞങ്ങൾ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സമ്പത്തും മേടിച്ച് അവന് മാപ്പും കൊടുത്തതിന് ശേഷം വീണ്ടും ആ കൊലയാളിയെ നമ്മൾ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ആ ഉപദ്രവിക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉള്ളത് എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അപ്പം നമ്മൾ കൊലയാളിക്ക് മാപ്പും കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരവും മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കേസ് തീർന്നു. അതാണ് അള്ളാഹു പറയുന്നത്. പിന്നെ അവൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ഓ ബുദ്ധിമാന്മാരെ, അള്ളാഹു വിളിക്കാം, ഓ ബുദ്ധിമാന്മാരെ, ന്യായമായ ശിക്ഷാ നടപടികൾ എടുക്കുന്നതിലാണ് നിങ്ങളുടെ സമാധാന ജീവിതം നിലകൊള്ളുന്നത്. മാത്രവുമല്ല, ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ളതായി കൊലയ്ക്ക് കൊല തന്നെ കൊടുത്തില്ല എങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനമായി കിടക്കാൻ പറ്റുകയില്ല. കൊലയാളികളെ സംരക്ഷിക്കരുത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടി ഉണർത്തുന്നത്. നമ്മളെ ഈ ഇന്ത്യയിൽ എത്രയോ പേര് വധശിക്ഷ കാത്തു കിടക്കും. എത്രയോ പേരെ കൊന്നവർക്ക് ജാമ്യം കൊടുക്കും. അള്ളാഹു പറയുന്നത് ജാമ്യവും കീമ്യവും ഒന്നുമില്ല. കൊലയ്ക്ക് കൊല. ആരെ കൊന്നു അവരെ കൊല്ലുക. ഏത് പെണ്ണ് കൊന്നു ആ പെണ്ണിനെ കൊല്ലുക. അല്ല നാട്ടുകാരെ അല്ല കൊല്ലുക. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭരണകർത്താക്കൾ ഈ ആയത്തിനെ മുറുകെ പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് നമ്മളുടെ ജയിലുകളിൽ ഒരുപാട് കൊന്ന് തിന്നവർ ഇന്ന് സുഖിച്ച് ജയിലുകളിൽ കിടക്കുക. മനസ്സിലായില്ലേ? അവരെയൊക്കെ എത്രയും പെട്ടെന്ന് കൊന്ന് കളയണം. അവരെയൊന്നും ഇനി ദുനിയാവിലേ വെച്ചിരിക്കാൻ പാടില്ല. മനസ്സിലായി? അങ്ങനെ കൊലയാളികളെ നമ്മൾ ദുനിയാവിലിട്ട് വാഴിക്കുകയാണ് എങ്കിൽ നമുക്ക് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ചിലപ്പോൾ ഇറങ്ങിയേക്കാം. അതുകൊണ്ട് കൊലയാളികളെ ഇനിയും നമ്മളുള്ള ധനസമ്പാദനങ്ങളെ കൊണ്ട് തീറ്റി പോറ്റി അവരെ ഇനിയും ഇട്ടിരുന്നാൽ നമ്മളുടെ ഈ നേതാക്കൾ, ഈ ഭരണകർത്താക്കൾ കൈകടിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പം അതുകൊണ്ട് കൊലയാളികളെ അപ്പോഴേ കൊല്ലണം. അവർക്ക് ജാമ്യം കൊലയാളി ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്
ഒരു കൊലയാളിയാണ് എന്നറിഞ്ഞാൽ ആ കൊലയാളിക്ക് പിന്നെ ജാമ്യമോ ഒന്നുമില്ല, അവനെ കൊല്ലുക തന്നെ. അതല്ലെങ്കിൽ അവന് നിരുപാധികം വിട്ടയക്കുകയും അവനിൽ നിന്ന് നഷ്ടപരിഹാരവും മേടിക്കുക. ഈ 2 ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല കൊലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ആലാപനത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നും മനസ്സിലാവാനില്ല, കൊലയ്ക്ക് കൊല, അല്ലെങ്കിൽ ആ കൊലയാളികളെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് അവന് മാപ്പ് കൊടുക്കുക. ഈ 2-ൽ ഒന്നല്ല, ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. പണ്ടുള്ള കാലത്ത് നിയമങ്ങളെല്ലാമേ തലവന്മാർ ഗോത്രത്തിൽ അവരുടെ ഇഷ്ടമാ. ഗോത്രത്തലവന്മാർക്ക് ബോധിച്ചതുപോലെയാണ് നിയമ നടപടികൾ എടുക്കുന്നത്. മനസ്സിലായി? അതിനാലെ നീതിയും ലവലേശം ഇല്ലെന്നേ അടിമയ്ക്ക് ഉടമയും എന്നുള്ള രീതിയാ. അങ്ങനെ ഈ ഗോത്രത്തലവന്മാർ നീതി നടപ്പാക്കുമ്പോൾ ഒരു നീതിയും അവിടെ പുലരുന്നില്ല. ഒരു അടിമയെ കൊന്നാൽ ചിലപ്പോൾ, ഒരു സ്വതന്ത്രനെ കൊന്നാൽ, ഒരു അടിമ സ്വതന്ത്രനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അടിമയുടെ മുതലാളിയെ തന്നെ കൊന്നു കളയുന്ന രീതി. സ്ത്രീയെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പകരം വേറെ ആരെങ്കിലും കൊല്ലുക. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അനീതിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഉടമയും കൊന്നാലോ വേറെ ഉടമയും അടിമകൾ 2 ജീവൻ വേടിയേണം. മാത്രവുമല്ല, ഒരു ഉടമയെ, ഒരു സ്വതന്ത്രനായ ആളെ കൊന്നാൽ അദ്ദേഹത്തിൻ്റെ 2 അടിമകളെയാണ് പിന്നെ കൊല്ലുന്നത്. ഈ അടിമകൾ നിരപരാധികളാണ്. അപ്പോൾ കൊല്ലുന്നവനെ അല്ല കൊല്ലുന്നത്, വേറെ ആരെങ്കിലുമൊക്കെയാണ് കൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിയമമൊന്നും ശരിയല്ല ഈ ഗോത്രക്കാരെ എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് അള്ളാഹു ശരിയായ രീതിയിൽ അവനാലെ നിയമവും പാസാക്കി എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം ലോകമാനവരാശിക്കിത പാസാക്കിയിരിക്കുകയാണ്. ഈ നിയമമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതമൊക്കെ ദുസ്സഹമാകും. കൊലയാളികളെങ്ങനെ അങ്ങ് വിട്ടാൽ ഒരു ജാമ്യവും കൊടുത്ത് അങ്ങ് വിടുകയാണ് ആൾക്കാർ. മനസ്സിലായി? ഇന്നത്തെ നീതിപീഠമൊക്കെ കഷ്ടം. എന്തെങ്കിലും ആവട്ടെ. ഈയുള്ള നിയമങ്ങൾ അള്ളാഹു പാസാക്കി എന്തിനറിയുമോ ജീവിതം സുഖമാക്കാൻ. ഒരുത്തൻ കൊന്നു കഴിഞ്ഞാൽ അവനെ തന്നെ കൊന്നുകളയണം കേട്ടോ. അല്ലെങ്കിൽ അവന് നിങ്ങൾ മാപ്പ് കൊടുക്കണം, അവനിൽ നിന്ന് നഷ്ടപരിഹാരവും നിങ്ങൾ മേടിക്കണം. ഇങ്ങനെയല്ല എങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതം കോച്ചട്ടയാണ്. കൊലയാളികളെ കൊന്നു തന്നെ കളയണമെന്ന്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയില്ല എന്ന് അള്ളാഹു പറയുന്നു. ആരോ ഒരുത്തനും ഒരുവനെ കൊന്നാലോ അവനെയും കൊന്നേക്ക്. ഇപ്പം ഞാൻ ആരെങ്കിലും ഒരാളെ കൊന്നു, അങ്ങനെയാണെങ്കിൽ എന്നെ തന്നെ കൊല്ലണം. അതാണ് നിയമം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. എൻ്റെ കയ്യിൽ നിന്ന് മാപ്പ് മാത്രം പോലെ നഷ്ടപരിഹാരവും മേടിക്കണമെന്ന്. മാപ്പ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നല്ലതായ നഷ്ടപരിഹാരവും മേടിക്കണം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ബാക്കി ഇത് കണ്ടു നിൽക്കുന്നവർ പിന്നെ ഒരു കൊലയ്ക്ക് മുതിരരുത്. അതാണ് ഇസ്ലാമിൻ്റെ തത്വം. മനസ്സിലായില്ലേ? കൊലയാളി അവനോട് മാപ്പ് കൊടുക്കുവാൻ ഇവൻ്റെയും ബന്ധുക്കൾ തുനിഞ്ഞാലോ കാര്യവും. എങ്കിലോ നിങ്ങളും മാപ്പ് കൊടുക്കണം, നഷ്ടവും കുറയാതെ വാങ്ങണം അവനോടോ അവൻ്റെ ബന്ധുക്കളോടോ വലിയ ഒരു നഷ്ടം പേടിക്കണം. മനസ്സിലായി? ഇത് കണ്ടു നിൽക്കുന്നവർ മനസ്സിലാക്കണം. ഇപ്പോൾ ഗൾഫിലൊക്കെ കൊന്നു കഴിഞ്ഞ് മലയാളി കണ്ടില്ലേ, നമ്മൾ കണ്ടില്ലേ, 30 കോടി വേണം, 40 കോടി വേണം, $2 മില്യൺ വേണം എന്നൊക്കെ പറയുന്നത്. കാരണം അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. നല്ല നഷ്ടപരിഹാരവും അവന് മാപ്പും കൊടുക്കാം. കാരണം ഇനി ബാക്കിയുള്ളവർ കൊല്ലരുത്, ഇതുപോലുള്ള നീച പ്രവർത്തികൾ ചെയ്യരുത്. മനസ്സിലായി? അല്ലാതെ നമ്മളെ നാട്ടിലെ പോലെ ജാമ്യം കൊടുത്ത് തീറ്റി പോറ്റി ഇങ്ങനെ കാലാകാലം ഇട്ടിരുന്നാൽ വീണ്ടും കൊലയാളികൾ കൂടിപ്പോകും. അതാണ് അള്ളാഹു പറഞ്ഞു, ഓ ബുദ്ധിമാന്മാരെ, നിങ്ങൾ ഈ നിയമം പാസ്സാക്കണം കേട്ടോ എന്ന്.
മാപ്പുമേ നിങ്ങളും അവനും കൊടുത്തിട്ട് പിന്നീട് അവനേമേ ഒന്നുമേ ചെയ്യല്ലേ. മാപ്പുമേ നിങ്ങളും അവനെ കൊടുത്തിട്ട് പിന്നീട് അവനെയും ഒന്നുമേ ചെയ്യല്ലേ. അങ്ങനെ ചെയ്താലോ ശിക്ഷയും നിങ്ങൾക്ക്, അതുകൊണ്ട് നീതിയാ ഞാനും വിധിച്ചത്. മാപ്പും നഷ്ടപരിഹാരമൊക്കെ മേടിച്ചിട്ട്, മാപ്പ് അവന് കൊടുത്ത് അവൻ്റെ നിന്ന് നഷ്ടപരിഹാരവും മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവനെ ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ഈയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്തിനാ? മനുഷ്യൻ്റെ ജീവിതം ഖൈറാകാൻ വേണ്ടിയാ. ഇതുപോലുള്ള നിയമങ്ങളെല്ലാം അള്ളാഹു ദുനിയാവിൽ നടപ്പാക്കിയത് എന്തിനാണെന്നറിയുമോ? ബാക്കിയുള്ളവരുടെ ജീവിതമെല്ലാം ഖൈറാകുവാൻ വേണ്ടിയാണ്. കൊല്ലാൻ പോകുന്നവനൊന്ന് അറയ്ക്കും, കൊന്നാൽ എൻ്റെ ജീവൻ തന്നെ പോകും. മനസ്സിലായി? അതൊക്കെയല്ലേ സൗദിയിലെ അറേബ്യ തല വെട്ടി കാൽ വെട്ടി എന്നൊക്കെ കേട്ടില്ലേ? കൊലയ്ക്ക് കൊല, അതാണ് നല്ലത്. നമ്മൾ പുരോഗമന ചിന്തക്കാർ പറയും കൊലയൊക്കെ വലിയ പണ്ടേ ഉള്ള നിയമമാണ്, അതൊന്നും കൊള്ളൂല. അങ്ങനെയാണ്. കൊലയ്ക്ക് കൊല കൊടുത്താണ്ടല്ല. ഈ ഇന്ത്യയിലും കേരളത്തിലും ഒരുത്തനും ആരെയും കയറി വീട്ടിൽ കയറി വെട്ടൂല. കൊലയ്ക്ക് കൊല തന്നെ കൊടുക്കണം. കൊല്ലുന്നവനെ കൊല്ലണം. ഒരു ജാമ്യം കൊടുക്കരുത്. കൊലയാളിയാണെന്നറിഞ്ഞാൽ അവന് അപ്പം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കൊന്ന് തള്ളിയേക്കണം. ഇല്ലെങ്കിൽ മാപ്പ് കൊടുത്തേക്കണം. കൊന്ന് തള്ളിയേക്കണം. കൊലപാതകിയെ കൊന്ന് തള്ളിയേക്കണം. അവന് ഒരു ജാമ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കുക, അവനിൽ നിന്ന് ഒരുപാട് ഓഹരികൾ വാങ്ങിയെടുക്കുക. മനസ്സിലായി? അത്രയും നികൃഷ്ടമാണ് കൊലയാളികളെന്ന് അള്ളാഹു പറയുകയാണ്. നമ്മളിവിടെ തീറ്റി പോറ്റുകയാണ് കുറേ എണ്ണത്തിൽ. മനസ്സിലായില്ലേ? ഒരു ഗതിയുണ്ടായിരുന്നെങ്കിൽ ആൾക്കാരന്മാരെ കൊന്ന് തിന്നൻ. കഷ്ടം. ഭരണാധികാരികളെ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും. ഈയുള്ള കാര്യങ്ങൾ എല്ലാമേ അല്ലാഹു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത് ഓർക്കേണേ. ആരെയും നിങ്ങൾ അറിഞ്ഞോണ്ടും അറിയാതെ കൊല്ലല്ലേ കൊല്ലല്ലേ, ആരെയും കൊല്ലല്ലേ. ആരെയും നിങ്ങൾ അറിഞ്ഞോണ്ടും അറിയാതെ കൊല്ലല്ലേ കൊല്ലല്ലേ, ആരെയും കൊല്ലല്ലേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.